എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് പരിശുദ്ധ അമ്മ മാതാവ് വാഗ്ദാന പേടകമായി സഞ്ചരിക്കുന്ന സഞ്ചാരിയായ കൃപാസന പ്രസാദപുരം മാതാവിനോടും തിരുക്കുമാരനോടും ഒരായിരം കോടാനവട്ടം നന്ദി അർപ്പിച്ചോളുന്നു. എൻ്റെ പേര് സേവ്യർ ജോർജ്. ഇത് എൻ്റെ 3 മക്കളുമാണ്. എൻ്റെ സ്വദേശം തിരുവനന്തപുരം പുല്ലുവിളയാണ്. ഞാൻ 2023 ജനുവരി 24 ആദ്യ ഉടമ്പടി എടുത്തു. ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. 2ാമത്തെ സാക്ഷ്യമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയതായി ഇവിടെ പറയുകയുണ്ടായി. ഈ കൃപാസനം ആലയം എന്താണെന്നും ഏത് രീതിയാണെന്നും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം എൻ്റെ മോള് BSc നഴ്സിംഗ് ബാംഗ്ലൂർ പഠിക്കുന്ന ആ സാഹചര്യത്തിൽ ഭാര്യ മരിച്ചതിന് ശേഷം എൻ്റെ മോൾ അവിടെ നിന്ന് ഡിപ്രഷൻ അടിച്ച് തിരിച്ചു വരികയും അയൽവാസി എന്ന ഒരു സഹോദരി എൻ്റെ മോളെ ഈ കൃപാസനം ആലയത്തിലെത്തിക്കുകയും അങ്ങനെ അതിലൂടെ കൃപാസനം ആലയം എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ കൃപാസനം ആലയത്തിൽ വന്ന് 2023 ജനുവരി 24 ഞാൻ കൃപാസനം ആലയത്ത് വന്ന് ആദ്യ ഉടമ്പടി എടുക്കുന്നത്. ആദ്യ ഉടമ്പടിയിൽ ഒരു ചെറിയ ആമുഖം പോലെ ഒരു 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുണ്ട്. ഞാൻ ആദ്യം നല്ലൊരു മദ്യപാനിയായിരുന്നു. ഈ കൃപാസനം ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൽ പിന്നെ മദ്യപാനം എന്താണെന്ന് നാളിതുവരെ എനിക്കറിയില്ല. അങ്ങനെ ആദ്യ ഉടമ്പടിയിൽ കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ 2ാമത്തെ സാക്ഷ്യമാണ് പറയുവാൻ ഈ ആൾത്താരയിൽ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ചെറിയ കുടിൽ ദൈവം ദാനമായി തന്നിട്ട് 10 വർഷമായിരിക്കുകയാണ്. എൻ്റെ ഭാര്യ ഉള്ളപ്പോഴേ ആ ഭവനം ഞങ്ങൾ പൂർത്തീകരിക്കാതെയാണ് കയറിയത്. ആ ഭവനത്തിൽ ഒത്തിരി മെയിൻ്റനൻസ് വർക്ക് ബാക്കി നിൽക്കവേ എൻ്റെ ഭാര്യയും ഞാനുമായി ഒത്തിരി വട്ടം ചർച്ച ചെയ്യുമായിരുന്നു, എന്നാണ് നമ്മുടെ ഭവനം പൂർത്തിയാകുന്നത്. ഭാര്യ മരിച്ചതിൽ പിന്നെ ഞാനൊരു രോഗിയാകുകയും അതിൽ പിന്നെ ഈ ഭവനം പൂർത്തിയാക്കുവാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പാട് പല വേദികളിലും പല സംഘടനകൾ വഴിയും ഞാൻ ഇറങ്ങി തിരിച്ചു. ഈ വാഹനം ഒന്ന് പൂർത്തിയാക്കുവാൻ ഒന്നും നടക്കാതെ വന്നപ്പോൾ ഈ കൃപാസനം അമ്മ മാതാവിൻ്റെ ആലയത്തിൽ 10ാമത്തെ ഉടമ്പടിയിൽ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. ഡേറ്റിട്ട് പ്രാർത്ഥിച്ച് 2025 ഡിസംബർ 31 മുമ്പ് എൻ്റെ ഭവനം മെയിൻ്റനൻസ് പണി തീർത്ത് തരണമേ എന്ന് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. അതിനു മുമ്പ് ഒത്തിരി വട്ടം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒന്നും നടക്കാതെ വന്നു. പരിശുദ്ധ അമ്മ മാതാവിന് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന അമ്മ മാതാവ് 2025 ഡിസംബർ 31 മുമ്പ് എനിക്ക് ഭവനത്തിൻ്റെ മെയിൻ്റനൻസ് പണി തീർക്കണമെന്ന് ഞാൻ അമ്മ മാതാവിനോട് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു സംഘടന വഴി എനിക്കൊരു കുറച്ച് തുക ലഭിക്കുകയും 2025 ഡിസംബർ 25 മുമ്പ് തന്നെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ മെയിൻ്റനൻസ് പണി തീർത്ത് വീട്ടിൽ പഴയതുപോലെ സ്ഥിരതാമസപ്പെടുത്തുവാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ദേത്രകുമാരനും കോടാനവട്ടം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ എൻ്റെ 2 കാലിനും വെരിക്കോസ് വാതം പിടിച്ച് ഒത്തിരി ഹോസ്പിറ്റലുകളിൽ പോയി. ആയുർവേദ ഹോസ്പിറ്റലുകളിലും മെഡിസിന് പരമായും ജൂബിലിയിലും കിംസിലും ഗവൺമെൻറ് ആശുപത്രികളിലും ഒത്തിരി ഹോസ്പിറ്റലുകളിൽ പോയി. 7 വർഷത്തോളം ഞാൻ ഒരുപാട് കഠിനവേദന അനുഭവിച്ചു. ലാസ്റ്റിൽ അവർ 10 ലക്ഷം രൂപയാണ് സർജറിക്ക് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ചോദിക്കുകയുണ്ടായി, സർജറി ചെയ്താൽ ഗുണമുണ്ടാവുമോ? അപ്പോൾ അവർ പറഞ്ഞത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ അംഗവൈകല്യം വരാം. ഈ പാവപ്പെട്ട എന്നെ കൊണ്ട് 10 ലക്ഷം രൂപ എടുത്ത് മറിക്കുവാനുള്ള സാമ്പത്തിക ഉന്നതങ്ങളിൽ ഉള്ള ഒരു വ്യക്തിയല്ല ഞാൻ കാല് വയ്യാതെ 1.5 വർഷത്തോളം ജോലിയില്ലാതെ വീട്ടിലായി കഴിയുന്ന എന്നോട് ഈ 10 ലക്ഷം രൂപ ചോദിച്ചാൽ എന്നെക്കൊണ്ട് താങ്ങാവുന്നതിലപ്പുറത്തുമാണ്. ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിനോട് മുട്ടിപ്പായിച്ച് പ്രാർത്ഥിച്ച് ഈ 2026 മെയ് 31 മുമ്പ് സഭിക്കം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം പഠിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി ആ കാലിന് നല്ലൊരു മാറ്റം സംഭവിച്ചു തുടങ്ങുകയും 1.5 വർഷക്കാലം പണിക്ക് പോകാതിരുന്ന എനിക്ക് ഇപ്പോൾ 1.5 മാസം കൊണ്ട് ചെറിയ ജോലിക്ക് പോകുവാൻ സാധിക്കുകയും ചെയ്യുന്നു. അതിനും ഞാൻ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും കോടാനവട്ടം നന്ദി അർപ്പിക്കുന്നു. ഉടമ്പടി വസ്തു വിശ്വാസ പ്രമാണം പഠിച്ച് പുരട്ടിയതിൻ്റെ ഫലമായിട്ടാണ് 2 കാലിനും സൗഖ്യം ലഭിച്ചത്. അതുപോലെ ഈ നിൽക്കുന്ന എൻ്റെ കൊച്ചുമോൾ സോജിമോൾക്ക്
ചായ കാലിൽ കമന്ന് 2 കാലും വെന്ത് പൊള്ളി തൊലി ആകെ ഉരിഞ്ഞു വളരെ സെപ്റ്റിക്കായി വളരെ സങ്കടകരമായ അവസ്ഥയിലായിരുന്നു. ഈ 2 മക്കളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് 2024 ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് മോളുടെ കാല് കണ്ട് വല്ലാത്ത സങ്കടം തോന്നി. ഞാനന്ന് പണിക്ക് പോവാതെ ആ രാത്രിയിൽ ഞാൻ അമ്മ മാതാവിനോട് മുട്ടിപ്പായിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയുടെ ഉടമ്പടി അഭിഷേകം തൈലം കൊണ്ട് പുരട്ടി ഞാൻ അമ്മ മാതാവിനോട് ഇങ്ങനെ ഈ തരത്തിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. അമ്മേ മാതാവേ, നാളെ രാവിലെ പുലർച്ചെയാകുമ്പോൾ ഈ മകൾക്ക് നല്ല സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഏകദേശം രാത്രി 1:30 മണി വരെ സമയം വരെ ഞാൻ മോളുടെ അടുത്ത് ഉടമ്പടി വസ്തുവുമായി വിശ്വാസ പ്രമാണം പഠിച്ച് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേന്ന് രാവിലെ നല്ലൊരു അത്ഭുതം അമ്മ മാതാവ് കാണിച്ചു തരികയും ഏകദേശം 175% കാലിൽ കരിഞ്ഞ് നല്ലൊരു മാറ്റം തന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്ത അമ്മ മാതാവിനും തിരക്കുമാരനും കോടാനുവട്ടം നന്ദി അർപ്പിക്കുന്നു. എൻ്റെ അടുത്തായി നിൽക്കുന്ന എൻ്റെ മൂത്ത മകൾ സോനാമോൾ, എൻ്റെ വൈഫ് മരിച്ച് BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിപ്രഷൻ അടിച്ച് തിരിച്ചു വന്നതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എക്സാം ടൈമിൽ മോൾക്ക് വല്ലാത്ത പ്രഷർ ഉണ്ടാവുകയും ഡിപ്രഷൻ അടിക്കുകയും ചെയ്യുകയുണ്ടായി. അതിനെക്കുറിച്ച് മോൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കും. എൻ്റെ പേര് സോന. ഞാൻ റീസെൻ്റായിട്ട് BSc ഗ്രാജുവേറ്റ് ഇറങ്ങിയതാണ്. 2026 ജനുവരി 6-ാം തീയതിയാണ് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പായി എൻ്റെ അച്ഛൻ ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിൽ എന്നെക്കുറിച്ച് നിയോഗം വെച്ച് സമർപ്പിച്ചതിൻ്റെ സാക്ഷിയായാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ മരിക്കുന്നത്. അപ്പോൾ അമ്മ മരിച്ച സമയം ഒരു ഫൈനൽ എക്സാമിൻ്റെ സമയത്തായിരുന്നു. ആ സമയത്ത് എനിക്ക് എക്സാമിൽ നന്നായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷനാവുകയും ഡൗണായിട്ട് വീട്ടിൽ വരികയും ചെയ്തു. അങ്ങനെ അച്ഛൻ ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിൽ നിയോഗം വെച്ചായിരുന്നു. ഫസ്റ്റ് ഇയറിൽ നല്ല മാർക്കോടെ തന്നെ പാസ്സാവണം, എക്സാമൊന്നും എഴുതാണ്ടിരിക്കാൻ സാധിക്കല്, നല്ല രീതിയിൽ എഴുതി എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് അച്ഛനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് പോകുമ്പോൾ തന്നെ ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിൽ എപ്പോഴും കൊണ്ടുപോകായിരുന്നു. അങ്ങനെ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഉടമ്പടി ഉപ്പ് കൈ പിടിച്ച് പ്രാർത്ഥിക്കും, അമ്മ എനിക്കെല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം വരണം, അറിയാത്തത് വരാൻ പാടില്ല. അങ്ങനെ ഞാൻ എക്സാം തുടങ്ങുമ്പോൾ ഉപ്പ് എടുത്ത് കൈ മുറുകെ പിടിച്ച് ഞാൻ എക്സാം എഴുതി. അറിയാത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാനിങ്ങനെ അമ്മ മാതാവിൻ്റെ ഉപ്പ് മുറുകെ കൈ പിടിച്ച് പ്രാർത്ഥിക്കും, അമ്മ മാതാവ് ഇതിൻ്റെ പ്രോപ്പർ ആൻസർ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് എഴുതാൻ പറ്റും. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയറിലെ എക്സാം എഴുതി. അപ്പോൾ ഞാൻ അമ്മയോട് ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, ഒത്തിരി ഒന്നും വേണ്ട, എന്നൊന്ന് പാസ്സാക്കി തന്നാൽ മതി. പക്ഷെ അമ്മ മാതാവ് ഞാൻ ചോദിച്ചതിലുപരിയായി ഡിസ്റ്റിങ്ഷൻ നൽകി എനിക്ക് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ അച്ഛനിങ്ങനെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, ഒരാപത്തുണ്ടാവാണ്ട് ഈ 4 വർഷവും എനിക്ക് നല്ല മാർക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന്. അതിൻ്റെ ഫലമായി 4 വർഷവും എനിക്ക് ഡിസ്റ്റിങ്ഷൻ നൽകി തന്നെ അനുഗ്രഹിച്ചു. തേർഡ് ഇയർ എക്സാം സമയത്ത് റിസർച്ച് സബ്ജക്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റായിരുന്നു. പക്ഷേ ആ എക്സാം സമയത്ത് എനിക്ക് ഫിസിക്കലി ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി ഇങ്ങനെ പറഞ്ഞു, ഇത്രയും നടന്ന എക്സാമിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാം റിസർച്ച് ആയിരുന്നു, അപ്പോൾ എല്ലാവരും ജയിക്കും. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിലൊരു ടെൻഷനായിരുന്നു. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ആ എക്സാം നന്നായിട്ട് എഴുതിയിട്ടില്ല, എനിക്കത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന്. ഞാൻ എല്ലാവരുടെ മുമ്പിൽ എല്ലാവരും സിമ്പിളാണെന്ന് ചോദിച്ചപ്പോൾ ആ സിമ്പിളാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ മാതാവിനോട് മാത്രമേ പറഞ്ഞുള്ളൂ, മാതാവേ ഞാനത് നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല, അത് നിനക്കറിയാം, എൻ്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ പോയി, ഇനി നീയാണ് അതിൽ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ തേർഡ് ഇയറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ആ സബ്ജക്റ്റിനായിരുന്നു. തേർഡ് ഇയറിലും എനിക്ക് ഡിസ്റ്റിങ്ഷൻ നൽകി തന്നെ മാതാവിനെ അനുഗ്രഹിച്ചു. ഫോർത്ത് ഇയറിൻ്റെ എക്സാം സമയത്ത് ഞാനിവിടെ തിയറി എക്സാമിന് മുമ്പ് ഇവിടെ വരികയുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനെ എനിക്ക് സാക്ഷിയാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ അന്ന് കുറേ തടസ്സങ്ങൾ കാരണം എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അപ്പോൾ അച്ഛൻ നിയോഗത്തിൽ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫോർത്ത് ഇയറിൽ നല്ല മാർക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ ഞാൻ തിയറി എക്സാമിന് പോയി. തിയറി എക്സാം കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാമിൽ ഒരു പീരീഡ് ലീവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നപ്പോൾ എനിക്ക് എന്തായാലും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാക്ടിക്കൽ എക്സാമിന് മുമ്പ് ഇവിടെ വന്നു, ഉടമ്പടി എടുത്ത് തിരിച്ചുപോയി. അങ്ങനെ പ്രാക്ടിക്കൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഹോസ്റ്റലിൽ എന്നും രാവിലെ എഴുന്നേറ്റ് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് തിരിയിൽ 7 എന്നുള്ള സംഖ്യ തെളിഞ്ഞു വന്നു. എനിക്കപ്പോൾ എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ അടുപ്പിച്ചൊരു 3-4 ദിവസം 7 എന്നുള്ള സംഖ്യ ഇങ്ങനെ തിരിയിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്.
അവളോട് ഞാനിങ്ങനെ പോയി പറഞ്ഞു, എനിക്ക് എന്താണെന്നറിയില്ല, 4 ദിവസം അടുപ്പിച്ച് ഒരേ സംഖ്യ തന്നെ ഇങ്ങനെ തിരിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, ഒരു കാര്യവും ഇല്ലാണ്ട് മാതാവ് ആ സംഖ്യ നിന്നെ കാണിക്കില്ല, എന്തായാലും നീ വെയിറ്റ് ചെയ്യ്, നിൻ്റെ ജീവിതത്തിൽ ആ സംഖ്യയുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ 4th ഇയർ റിസൾട്ട് വന്നു. അപ്പോൾ ഈ 4th ഇയർ റിസൾട്ട് വരുന്ന സമയത്താണ് ഈ 4 വർഷത്തെയും റാങ്ക് ലിസ്റ്റിൻ്റെ ലിസ്റ്റ് വരുന്നത്, യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റ്. അങ്ങനെ ഞങ്ങൾ റിസൾട്ട് വന്ന ആ രാത്രി തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ ഇതും വന്നു, ഗ്രൂപ്പിൽ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രൂപ്പിൽ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, കയറി നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മൾ എന്തിനാണ് നോക്കുന്നത്, നമുക്ക് എന്തായാലും ഇതിൽ നമ്മുടെ പേരൊന്നും ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ നോക്കുന്ന കാര്യമില്ല, അതും ഒരു യൂണിവേഴ്സിറ്റിക്കകത്തുള്ള എല്ലാ പിള്ളേരുടെയും ഇതുമായിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ്, അപ്പോൾ നമ്മുടെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, അല്ല നീ കയറി നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി നോക്കിയപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയറിലും 3rd ഇയറിലായിട്ട് 2 വർഷം എനിക്ക് സബ്ജക്റ്റ് റാങ്ക് നൽകി അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. അതിലെടുത്ത് പറയേണ്ട ഒരു എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ 3rd ഇയറിൽ ഏത് സബ്ജക്റ്റാണോ ടഫ് എന്ന് പറഞ്ഞിരുന്നത്, 3rd ഇയറിൽ ഏത് സബ്ജക്റ്റാണ് ഞാൻ അമ്മ മാതാവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചത്, ആ സബ്ജക്റ്റിന് എനിക്ക് 7th റാങ്ക് നൽകി എന്നെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആ തിരിയിൽ തെളിഞ്ഞ 7 വെറുതെ അമ്മ മാതാവ് എന്നെ കാണിച്ചതല്ല, ആ ടഫായിട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച ആ സബ്ജക്റ്റ് റാങ്കോട് തന്നെ എന്നെ പാസ്സാക്കാനായിരുന്നു അമ്മ മാതാവിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ്, ഇറ്റ്സ് ബൈ ഗ്രേസ്. ഇത്രയും അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടിനും നന്ദി. ഇവിടുന്ന് എല്ലാ മാസവും കിട്ടുന്ന പത്രം ഞാൻ വന്ന് മേടിക്കും. അഥവാ സപ്പോസ് ഏതെങ്കിലും മാസം വരാതെ മുടങ്ങിയാൽ ഒരുമിച്ച് മേടിച്ചുകൊണ്ടുപോയി തൊട്ടടുത്തുള്ള 5-10 കിലോമീറ്റർ ദൂരത്തിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാനും മക്കളുമായി ഒരുമിച്ച് പോയി പ്രാർത്ഥന പിടിച്ച് കൊടുക്കാറാണ് പതിവ്. കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ഒരു രോഗിയായതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, എവിടെന്നെങ്കിലുമൊക്കെ കടം മേടിച്ച് കഴിയുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ആ കടം മേടിക്കുന്ന പൈസയിൽ നിന്നും 2 മാസം 3 മാസം കൂടുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ 10 പേർക്ക് ഫുഡ് ഉണ്ടാക്കി ഈ വഴിയോരങ്ങളിലും തെരുവോരങ്ങളിലും ഭിക്ഷയാചിച്ചിരിക്കുന്ന ആ 10 വ്യക്തികൾക്ക് ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിക്ക് ഒരു നേരത്തെ ഭക്ഷണം, അതായത് ഊണ് റെഡിയാക്കി പൊതിഞ്ഞ് അവരുടെ കൈകളിൽ എത്തിക്കുകയുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൂടാതെ ഞാൻ അനാഥാശ്രമങ്ങളിൽ ഇങ്ങനെ പോവുകയും അവർ പൈസ തരികയും അവർക്ക് മീൻ മേടിച്ച് അവിടെ കൊണ്ടുപോയി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിക്ക് കട്ട് ചെയ്ത് ഫ്രഷാക്കി ക്ലീൻ ചെയ്ത് കൊടുത്ത് അവരെ നോക്കി പരിപാലിച്ച് വരികയാണ് എൻ്റെ പതിവ്. ആത്മീയ പ്രവർത്തനം എന്ന് പറയുന്നത് 2 ആഴ്ചയിൽ ഒരു പ്രാവശ്യം കുമ്പസാരിക്കും, പള്ളിയിൽ പോകും, പറ്റുകയാണെങ്കിൽ എല്ലാ ദിവസവും പോവും. ഇപ്പോൾ ജോലിക്ക് 1.5 മാസം കൊണ്ട് പോകുന്നത് കാരണം എല്ലാ ദിവസവും പോകാൻ സാധിക്കുന്നില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ മുഴുവൻ ഖുർആനിൽ പങ്കെടുക്കാൻ സാധിക്കും. പിന്നെ കുടുംബജപമാല എല്ലാ ദിവസവും വൈകുന്നേരം ചൊല്ലും. പിന്നെ രാവിലെ പ്രത്യഷ്കരണ പ്രാർത്ഥന ചൊല്ലുവാൻ ഞാൻ 4:45 എണീറ്റ് റെഡിയായി 5:30 പ്രത്യഷ്കരണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യും. എന്നെയും എൻ്റെ കുടുംബത്തെയും ഇത്രത്തോളം വളർത്തിയ പരിശുദ്ധ അമ്മ മാതാവിനും ദേവതൃകുമാരനും കോടാനുകോടാനുവട്ടം നന്ദി അർപ്പിക്കുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ടോക്ക് ഓരോ ദിവസവും കേൾക്കുകയും എനിക്കറിയാവുന്ന ഓരോ ഗ്രൂപ്പിലും ഞാൻ ഷെയർ ചെയ്യുന്ന വ്യക്തിയുമാണ്. ഇനി മുന്നോട്ട് എൻ്റെ ആയുസ് ഒടുങ്ങുന്നത് വരെ അമ്മ മാതാവിൻ്റെ ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയുവാൻ, അമ്മയുടെ അടിമയായി ജീവിക്കുവാൻ എനിക്കും എൻ്റെ മക്കൾക്കും അനുഗ്രഹിച്ച് അമ്മ മാതാവിനും ദേവതൃകുമാരനും കോടാനുവട്ടം നന്ദി അർപ്പിക്കുന്നു. ഞാൻ അവരുമായി ശാശ്വതമായി ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 40-ാം വചനമാണ്. നമുക്കറിയാം, കൃപാസനം അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അന്നു മുതൽ ഇന്ന് വരെ നമ്മൾ ഓരോ സാക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത് അമ്മയുടെ സമയച്ചുരുക്കത്തിൻ്റെ ആ സാന്നിധ്യമാണ്. ഈ മകനും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, ഡിസംബർ 31. ആ ആഗ്രഹപ്രകാരം 10ാം ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അന്നു മുതൽ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അത്രയും നാൾ പല സംഘടനകളെയും പോയി കണ്ടിരുന്നു. പക്ഷെങ്കിൽ ഈ ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു അപ്രത്യക്ഷമായ ഒരു രീതിയിൽ ഒരു സംഘടന സഹായിക്കുകയായിരുന്നു. ഇവിടെയാണ് അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും ഇടപെടലും നാം മനസ്സിലാക്കുന്നത്. സമയച്ചുരുക്കത്തിന് മേലധികാരിയായ അമ്മ, സമയത്തിന് സ്വാധീനമുള്ള അമ്മ. കാനായിൽ അന്ന് പറഞ്ഞത് എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ
അമ്മ പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ്. ഒരുപക്ഷെ സേവ്യർ ജോർജ് എന്ന സഹോദരൻ തൻ്റെ ജീവിതത്തിൽ അമ്മ പറഞ്ഞതുപോലെ ചെയ്ത്, അതുകൊണ്ടാണ് അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞത്, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. അതിന് പ്രകാരമാണ് അമ്മ ആഗ്രഹിച്ച ആ ദിവസത്തിന് മുൻപ് തന്നെ ഈ മകന് ഒരു നല്ലൊരു ഭവനം നൽകി ദൈവം അനുഗ്രഹിക്കുകയായിരുന്നു. അത് ഇവിടെ ഇമാം പറയുന്നത്, എനിക്കതിനുള്ള കൃപയില്ല, എനിക്കതിനുള്ള മെറിറ്റില്ല, എനിക്കതിനുള്ള കഴിവില്ല, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെയാണ് എനിക്ക് ഈ ഭവനം പൂർത്തിയാക്കാൻ സാധിക്കുകയും 31 ഡിസംബർ 31 മുമ്പ് ഈ ഭവനത്തിൽ താമസിക്കുവാൻ സാധിക്കുകയും ചെയ്തുവെന്നാണ്. പിന്നീടുണ്ടായിരുന്ന രോഗസൗഖ്യമാണ് 7 വർഷത്തോളം ഉണ്ടായിരുന്ന രോഗസൗഖ്യം. 10 ലക്ഷം കൊടുക്കുമെങ്കിൽ സർജറി ചെയ്യാമെന്നാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത്. പക്ഷെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കാരണം കുടുംബത്തിൽ അമ്മയില്ല, മക്കളെ നോക്കണം, ആ പ്രശ്നങ്ങളൊക്കെ കാരണം, ബുദ്ധിമുട്ടുകൾ കാരണം ഓപ്പറേഷന് പോയില്ല. വീണ്ടും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വെരിക്കോസ് എന്ന അസുഖം, 7 വർഷത്തോളം ഉണ്ടായിരുന്ന അസുഖമാണ് പരിശുദ്ധ അമ്മയുടെ കൃപയാൽ സൗഖ്യപ്പെടാൻ സാധിച്ചത്. അതും ഇവിടെയും ഈ മകൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. മെയ് 31 മുമ്പ് എനിക്കൊരു അടയാളം തന്ന്, അമ്മ ഈ വെരിക്കോസ് വെയിൻ്റെ അസുഖം സർജറി ഇല്ലാതെ എനിക്ക് സൗഖ്യപ്പെടുത്തണമേ എന്നാണ് മകൻ പ്രാർത്ഥിച്ചത്. ഇവിടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തന്നെയാണ് മകൻ്റെ പ്രാർത്ഥന കേൾക്കുകയും 31 മെയ്ക്ക് മുമ്പ് തന്നെ ഒരടയാളം നൽകി മകനെ അനുഗ്രഹിക്കുകയും ചെയ്തത്. മകൾക്ക് പൊള്ളലേറ്റപ്പോഴും രാത്രി മുഴുവൻ കണ്ണീരോടെ പ്രാർത്ഥിച്ച അച്ഛനാണിത്. അവിടെയും ഉടമ്പടി വസ്തുക്കളായ, നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും തേച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കുഴപ്പവുമില്ലാതെ ആ ഇൻഫെക്ഷനിൽ നിന്ന് റിലീസാവുകയാണ് ചെയ്തത്. മകളുടെ BSc എക്സാമിന് അമ്മ മരിച്ചതിൻ്റെ ദുഃഖത്തിൽ സങ്കടപ്പെട്ടിരുന്നപ്പോൾ നമ്മുടെ ബലഹീനതയിലെ നിമിഷങ്ങളിലാണ് കൃപ വർക്ക് ചെയ്യണത്. ആ ബലഹീനതയുടെ നിമിഷത്തിലും ഈ അച്ഛനും മക്കളും പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് 4 വർഷവും നല്ല രീതിയിൽ പഠിക്കുവാൻ സാധിക്കുകയും അമ്മയുടെ ഈശോയുടെയും കൃപയും അനുഗ്രഹവും ഈ മകളുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് അവരെ സഹായിച്ചത്. ഫൈനൽ ഇയറിൽ മെഴുകുതിരിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കറിയാം, പച്ചത്തിരിയും നീലത്തിരിയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് പ്രാർത്ഥിച്ചപ്പോൾ 7 എന്ന നമ്പർ ഈശോ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അവിടെയും ഈ മകൾ വെയിറ്റ് ചെയ്ത് എന്തായിരിക്കാം ഈ 7 എന്ന കാര്യം. അത് പിന്നീടാണ് മനസ്സിലായത്. 7 ഈ മകൾക്ക് 7ാം റാങ്ക് നൽകിയാണ് അമ്മ അനുഗ്രഹിച്ചത്. ഇവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം, അമ്മ തന്നെയാണ് ഇത് നടത്തിയത്. കാരണം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെയാണ് ഈ മകൾ ഇവിടെ നിൽക്കുന്നത്. 7 എന്ന ഡേറ്റ്, ഡിസംബർ 7 അമ്മ മാതാവ് കൃപാസനം അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട ദിവസം. ആ 7 എന്ന ഡേറ്റിലാണ് ഈ മകൾക്ക് 7 എന്ന നമ്പർ മെഴുകുതിരിയിൽ കാണുകയും 7ാം റാങ്കിൽ പാസ്സാകാൻ സാധിക്കുകയും ചെയ്തത്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ സ്വാധീനമാണ് ഇവിടെ കാണുന്നത്. ഈ മകന് പിന്നീട് പറഞ്ഞത് പ്രേക്ഷിത പ്രവർത്തനമാണ്. അതായത് നമുക്കറിയാം, നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുകയാണ്. അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കാനുമുള്ള ഒരു തീക്ഷ്ണമായ ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് സേവ്യർ ജോർജും മക്കളും കൂടെ ചെയ്യുന്നത്. മക്കളും ഈ അച്ഛനും കൂടെ ഒന്നിച്ചാണ് പത്രം കൊടുക്കുവാൻ പോകുന്നത്. ഒരു കാര്യം പറഞ്ഞത്, ഇല്ലായ്മയിൽ നിന്ന് വിധവയുടെ ചില്ലിക്കാശ് പോലെയാണ് ഈ മക്കൾ ഫുഡുണ്ടാക്കി, അമ്മയില്ല, അച്ഛനും മക്കളും കൂടെ ഫുഡുണ്ടാക്കിയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അവിടെയും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ആ കൃപയാണ് ദൈവം നൽകിയിരിക്കുന്നത്. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ആ സ്നേഹം അറിയിക്കാനാണ് കൃപാസനം അമ്മയുടെ അനുഗ്രഹങ്ങളും ആ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ പറ്റി മറ്റുള്ളവർക്ക് അറിയിക്കാൻ ഈ മക്കളും അച്ഛനും എടുക്കുന്ന ആ തീഷ്ണത. ഇതാണ് ആത്മാർത്ഥമായ ഒരു ബന്ധം. ഉടമ്പടിയിലെ ആ ബന്ധമാണ് നമുക്കുടെ ജീവിതത്തിലും വേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ മകൻ പറഞ്ഞത്, ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് അവിടെ കാശ് കൊടുക്കാനായിട്ടുള്ള ഇതില്ല. കാരണം വെച്ചാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെ പോയി മീൻ വെട്ടിക്കൊടുക്കുമെന്ന്. ഓരോ രീതികളിലാണ് പലരും പല രീതിയിലാണ് ഈശോയുടെ അമ്മയോടുള്ള സ്നേഹം കാണിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ സ്വന്തം കഴിവുകൾ പറ്റാവുന്ന രീതിയിൽ ഈ മകൻ അവിടെ പോയി മീൻ മേടിച്ചുകൊണ്ട് വന്ന് മീൻ വെട്ടിക്കൊടുക്കുകയാണ് അവർക്ക് വേണ്ടി. ഇതും വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈശോ അത് കാണാതിരിക്കുന്നത്?
ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ അവരുമായി ഒരു ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരികയില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ദൈവം നമ്മളിൽ നിന്നും ഒരിക്കലും പിന്തിരികയില്ല. അത് തന്നെയുമല്ല, അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ഭക്തി ഇവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത്. ആ നിക്ഷേപിക്കപ്പെട്ട ഹൃദയത്തിൽ നിക്ഷേപിച്ച ആ ഭക്തിയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ അച്ഛനെയും മക്കളെയും അമ്മയുടെ സന്നിധിയിലെത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആ നന്മയിൽ തുടർന്നുകൊണ്ട് പോകുവാനായിട്ട് നമുക്കുമുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവർ എന്നിൽ നിന്ന് പിന്തിരാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിലും ആ ഭക്തി ദൈവം നമ്മളെ നിക്ഷേപിക്കട്ടെ, നമ്മുടെ ഹൃദയത്തിലും നിക്ഷേപിക്കുവാനായിട്ടുള്ള ആ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സേവ്യർ ജോർജിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ മക്കൾക്കും ഈ അച്ഛൻ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.